പ്രവാസ ലോകത്ത് നിന്നുള്ള വാർത്തകൾ. കാനഡയും മെക്സിക്കോയും നാളെ മുതൽ 25% താരിഫുകൾ നേരിടേണ്ടി വരുമെന്ന ഡൊണാൾഡ് ട്രംപ്. എണ്ണ ഇറക്കുമതി ഇതിൽ ഉൾപ്പെടുത്തണോ എന്ന ഇതുവരെ തീരുമാനമായിട്ടില്ല. കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 25% താരിഫ് നാളെ മുതൽ ഈടാക്കും. എണ്ണ ഇറക്കുമതിക്ക് തീരുവ ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച് ഉടൻ തീരുമാനമെടുക്കും. രണ്ട് വ്യാപാര പങ്കാളികളും ഈടാക്കുന്ന എണ്ണയുടെ വില ന്യായമാണോ എന്നതിനെ അടിസ്ഥാനമാക്കിയാകും തീരുമാനമെന്ന് ട്രംപ് പറഞ്ഞു. എനർജി ഇൻഫർമേഷൻ അഡ്മിനിസ്ട്രേഷന്റെ കണക്കനുസരിച്ച് ഒക്ടോബറിൽ അമേരിക്ക കാനഡയിൽ നിന്ന് പ്രതിദിനം 4.6 ദശലക്ഷം ബാരൽ എണ്ണയും മെക്സിക്കോയിൽ നിന്ന് 5,63,000 ബാരൽ എണ്ണയും ഇറക്കുമതി ചെയ്തു. ആ മാസത്തിൽ യുഎസിലെ പ്രതിദിന ഉൽപാദനം ശരാശരി 13.5 ദശലക്ഷം ബാരൽ ആയിരുന്നു. എന്നാൽ അമേരിക്കയുടെ വ്യാപാര പങ്കാളികൾക്കുള്ള ഇറക്കുമതി നികുതി യുഎസ് സമ്പദ്വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്കയൊന്നും ട്രംപ് പ്രകടിപ്പിച്ചില്ല. അമേരിക്കയിലേക്കുള്ള നിയമവിരുദ്ധ കുടിയേറ്റവും മയക്കുമരുന്ന് കടത്തും തടയുന്നതിൽ കാനഡയും മെക്സിക്കോയും പരാജയപ്പെട്ടതിനെ തുടർന്നാണ് നികുതി ഏർപ്പെടുത്തുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UAE-യിൽ പെട്രോൾ, ഡീസൽ വില വർദ്ധിച്ചു. ഇന്ന് അർദ്ധരാത്രി മുതൽ പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വരും. ഫെബ്രുവരി മാസത്തെ പെട്രോൾ, ഡീസൽ വിലകൾ UAE ഇന്ധനവില കമ്മിറ്റി പ്രഖ്യാപിച്ചു. 2 മാസത്തിന് ശേഷമാണ് രാജ്യത്ത് ഇന്ധനവില വർദ്ധിക്കുന്നത്. പുതിയ ഇന്ധനവില അനുസരിച്ച് സൂപ്പർ 98 പെട്രോളിന് ലിറ്ററിന് 2.74 ദിർഹമാണ്. ജനുവരി മാസം 2.61 ദിർഹമായിരുന്നു. സ്പെഷ്യൽ 95 പെട്രോൾ ലിറ്ററിന് 2.63 ദിർഹമാണ് പുതിയ നിരക്ക്. നിലവിൽ 2.50 ദിർഹമാണ്. E+91 പെട്രോളിന് ലിറ്ററിന് 2.55 ദിർഹമാണ് ഫെബ്രുവരി മാസത്തെ നിരക്ക്. ജനുവരിയിൽ 2.43 ദിർഹമായിരുന്നു. ഡീസൽ ലിറ്ററിന് 2.82 ദിർഹമാണ് നിരക്ക്. നിലവിൽ ഇത് 2.68 ദിർഹമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുവൈറ്റിലെ ബാങ്കുകളിൽ അക്കൗണ്ട് തുറക്കാനുള്ള മിനിമം വേതന നിയന്ത്രണങ്ങൾ ഒഴിവാക്കി. താഴ്ന്ന വരുമാനമുള്ള എല്ലാ താമസക്കാർക്കും ബാങ്ക് അക്കൗണ്ട് തുറക്കാമെന്നത് പ്രവാസികൾക്കും ഏറെ ആശ്വാസകരമാണ്. കുവൈത്തിലെ ബാങ്കുകളിൽ അക്കൗണ്ട് എടുക്കാൻ ഇനി കുറഞ്ഞ വരുമാനക്കാർക്കും സാധിക്കുമെന്ന് കുവൈറ്റ് സെൻട്രൽ ബാങ്ക് അറിയിച്ചു. ഇതു സംബന്ധിച്ച നിർദ്ദേശങ്ങൾ രാജ്യത്തെ എല്ലാ ബാങ്കുകൾക്കും നൽകി. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് വളരെ ആശ്വാസകരമായ നടപടിയാണിത്. മുൻപ് രാജ്യത്ത് ബാങ്ക് അക്കൗണ്ടുകൾ തുറക്കണമെങ്കിൽ കൂടുതൽ ശമ്പളം ആവശ്യമായിരുന്നു. ഗാർഹിക തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള താഴ്ന്ന വരുമാനമുള്ളവർ പണമിടപാടുകൾ നടത്തുന്നതിനായി അനൗപചാരിക സംവിധാനങ്ങളായിരുന്നു കൂടുതലും ആശ്രയിച്ചിരുന്നത്. ഇതൊഴിവാക്കാനാണ് പുതിയ തീരുമാനം കൈക്കൊണ്ടത്. പുതിയ മാനദണ്ഡങ്ങൾ അനുസരിച്ച് എല്ലാവർക്കും സേവിങ്സ് അക്കൗണ്ട്, ലോണുകൾ, സ്വദേശത്തേക്ക് പണമയക്കൽ തുടങ്ങിയ അവശ്യ ബാങ്കിംഗ് സേവനങ്ങൾ ലഭ്യമാകും. കുവൈറ്റിലെ മറ്റു താമസക്കാർക്ക് ലഭിക്കുന്ന അതേ ബാങ്കിംഗ് ആനുകൂല്യങ്ങൾ പ്രവാസികൾക്കും വീട്ടുജോലിക്കാർക്കും ലഭ്യമാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനു കൂടിയാണ് ഇത്തരമൊരു നടപടി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. യാത്രക്കാരുടെ എണ്ണത്തിൽ റെക്കോർഡിട്ട് ദുബായ് വിമാനത്താവളം. കഴിഞ്ഞ 10 വർഷത്തിനിടെ 70 കോടി യാത്രക്കാരാണ് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി സഞ്ചരിച്ചത്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിലൊന്നായ ദുബായ് വിമാനത്താവളം വഴി കഴിഞ്ഞ വർഷം യാത്ര ചെയ്തത് 9.2 കോടി ജനങ്ങളാണ്. കഴിഞ്ഞ വർഷം മാത്രം 107 രാജ്യങ്ങളിലേക്ക് 106 വിമാനങ്ങൾ ഉപയോഗിച്ച് 4.4 ലക്ഷം വിമാന സർവീസുകളാണ് നടത്തിയത്. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദാണ് ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിന്റെ നേട്ടങ്ങൾ പങ്കുവച്ചത്. ഇന്ത്യ, സൗദി അറേബ്യ, UK, പാകിസ്ഥാൻ എന്നിവിടങ്ങളിലേക്കാണ് ദുബായിൽ നിന്ന് അധികം വിമാനങ്ങളും പോകുന്നത്. ഈ വർഷം ജനുവരിയിൽ ആദ്യ 15 ദിവസം ദുബായ് വിമാനത്താവളം വഴി യാത്ര ചെയ്തത് 43 ലക്ഷം പേരാണ്. ചരിത്രത്തിലെ ഏറ്റവും തിരക്കേറിയ വർഷാദ്യത്തിനാണ് ഇത്തവണ വിമാനത്താവളം സാക്ഷ്യം വഹിച്ചത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എയർ ഇന്ത്യ കൊച്ചി, ലണ്ടൻ നേരിട്ടുള്ള വിമാന സർവീസ് നിർത്തലാക്കുന്നു. തീരുമാനം മലയാളികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർക്ക് വലിയ തിരിച്ചടിയാകും. മാർച്ച് 30 മുതലാണ് ലണ്ടൻ കൊച്ചി സർവീസ് നിർത്തലാക്കുന്നത്. ലണ്ടനിലെ ഗാട്വിക് വിമാനത്താവളത്തിൽ നിന്ന് കൊച്ചിയിലേക്കും തിരിച്ചും ആഴ്ചയിൽ 3 ദിവസമാണ് എയർ ഇന്ത്യയുടെ സർവീസ്. വിമാനങ്ങൾ കുറവായതിനാലാണ് സർവീസ് നിർത്തുന്നതെന്ന് എയർ ഇന്ത്യ അറിയിച്ചു. കോവിഡ് സമയത്ത് വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായി തുടങ്ങിയ സർവീസ് ആദ്യ സമയത്ത് ആഴ്ചയിൽ 1 എണ്ണമായിരുന്നു. പിന്നീട് യാത്രക്കാരുടെ ആവശ്യം പരിഗണിച്ച് 3 വർദ്ധിപ്പിക്കുകയായിരുന്നു. സർവീസ് നിർത്തലാക്കുന്ന വാർത്ത പുറത്തു വന്നതോടെ ലണ്ടൻ മലയാളികളും ട്രാവൽ ഏജൻസികളും വിവിധ മലയാളി സംഘടനകളും നിരാശയിലാണ്. സർവീസ് നിർത്തലാക്കരുതെന്ന ആവശ്യവുമായി ഇവർ കേന്ദ്ര സർക്കാരിനെ സമീപിക്കാനുള്ള തീരുമാനത്തിലാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.